എല്ലാ ന്യൂസ് പേപ്പേഴ്സും വായിക്കണം എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ എങ്കിലും ഡെയിലി വായിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എന്റെ പേര് റബീഹത്ത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കറണ്ട് അഫെയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അതില് റീസെന്റ് നടന്നിട്ടുള്ള PSCയുടെ എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതല്ലെങ്കിൽ PSCയുടെ എക്സാമുകൾ, റീസെന്റ് നടന്നിട്ടുള്ള എക്സാമുകൾ ചോദിച്ചിട്ടുള്ള, ഇപ്പോ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് കോർ ഏരിയാസ് എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആൻസേഴ്സോ കാര്യങ്ങളൊന്നും നമുക്ക് നോക്കണ്ട. എന്താണ് പ്രധാനപ്പെട്ട കുറച്ച് കോർ ഏരിയാസ് ഏതൊക്കെയാണ്, എവിടുന്നൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്കറിയാം കുറച്ച് എക്സാമുകൾ ഇനി നമ്മുടെ മുന്നിൽ വരാനായിട്ട് പോവാണ് അല്ലെ. നിങ്ങളുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനോ അതുപോലെ തന്നെ ഒക്കെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളവരും പ്രിപ്പറേഷൻസ് നന്നായിട്ട് കൊണ്ടുപോകുന്നവരായിട്ടുള്ള ആളുകളായിരിക്കാം. അപ്പൊ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കോർ ഏരിയാസ് ഏതൊക്കെയാണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് ഇപ്പൊ അടുത്ത് നടന്നിട്ടുള്ള എക്സാമുകളിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതില് നമുക്കറിയാം നമ്മുടെ പദ്ധതികളുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്നതാണ്. ഇത് കുറച്ച് പഴയ പദ്ധതി ആണെങ്കിൽ പോലും അതിന് എന്തെങ്കിലും കറന്റ് വാല്യൂസ് കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ 2019-ലോ 18-ലോ ഒക്കെ ഏതെങ്കിലും പദ്ധതി ആണെന്നുണ്ടെങ്കിലും കറന്റ്ലി എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻസ് ന്യൂസ് വാല്യൂ ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അത് നമുക്ക് കറണ്ട് അഫെയറിന്റെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. അതുപോലെ നമ്മൾ ഈ പറയുന്ന അശ്വമേധം പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, എന്തുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഈ പറയുന്ന അശ്വമേധം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിലും അതല്ല സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ആണെങ്കിലും ഒക്കെ പ്രധാനപ്പെട്ട പദ്ധതികൾ എന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾ നോക്കി വെക്കേണ്ട ഏരിയകളാണ്. അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് റീസെന്റ് നടന്നിട്ടുള്ള എക്സാം പേപ്പറുകൾ നിങ്ങൾ എടുക്കുക. അതിൽ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിലെ നമ്മുടെ ഈ പറയുന്ന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് നോക്കാം. അതിലൊരു പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ 4 ഓപ്ഷനുകൾ, ബാക്കി ഉത്തരമല്ലാതെ ബാക്കിയുള്ള 3 ഓപ്ഷനുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. അതിൽ ഓരോ പദ്ധതികളും എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്തുമായി ബന്ധപ്പെട്ടതാണ്, ഏത് വകുപ്പിന്റെ കീഴിലാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് ആ പദ്ധതി വരുന്നത് എന്നുള്ള കാര്യങ്ങൾ അവിടെ കംപ്ലീറ്റ് ആയി അങ്ങ് പഠിച്ചു പോവാം. അപ്പോൾ നമുക്കറിയാം ഒരു പദ്ധതി നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പദ്ധതി എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ എന്തുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് എന്ന രീതിയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്, ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ ആണെങ്കിലും സെൻട്രൽ ഗവൺമെന്റ് സ്പോൺസർ ചെയ്യുന്നതാണെങ്കിലും അതല്ല സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ആണെങ്കിലും ഒക്കെ ഇത് ഏത് ഡിപ്പാർട്ട്മെന്റിന്റെ അണ്ടറിലാണ് വരുന്നത് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് അത് സ്റ്റേറ്റ്മെന്റ് ആയിട്ടും അല്ലാതെ ഒക്കെ നമുക്ക് കാണാറുണ്ട്. അപ്പൊ പദ്ധതികളെ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചു പോവാ. ഇപ്പൊ ഇതിൽ അശ്വമേധം പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മൃതസഞ്ജീവനിയുമായി ബന്ധപ്പെട്ട് മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇതിന്റെ ഉത്തരം പഠിക്കുമ്പോൾ ബാക്കിയുള്ള പദ്ധതികൾ എന്താണ്, ആശ്വാസകിരണം എന്താണ്, സാന്ത്വന എന്താണ്, സുഹൃതം എന്താണ്, മൃതസഞ്ജീവനി എന്താണ്, ഈ കൃത്യമായ രീതിയിൽ ഓപ്ഷൻസിലൂടെ നിങ്ങൾ പഠിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പൊ സ്കീംസ് എന്ന് പറയുന്നത് നമുക്ക് റിപ്പീറ്റഡ്ലി ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നതാണ്. പഴയത് ഇതൊക്കെ എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നതാണ്. പുതിയ പദ്ധതികളും അവിടെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ, ഇപ്പൊ കർണാടകത്തിൽ വന്നിട്ടുള്ള ലക്ഷ്മി പദ്ധതി എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ ആയിട്ട് റീസെന്റ് അത്യാവശ്യം ന്യൂസ് വാല്യൂ കിട്ടിയിട്ടുള്ള പദ്ധതികൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നോക്കി പോവാം. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ് നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജിയുടെ കാര്യം നമ്മൾ പറയുമ്പോൾ റീസെന്റ് നടന്നിട്ടുള്ള സ്പേസ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, അതില് ഇപ്പൊ നടന്ന എക്സാമുകളിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന ശുഭാംശു ശുക്ലയുടെ ആക്സിയം മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്. അതിൽ ആക്സിയം മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതില് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ശുഭാംശു ശുക്ലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു മിഷന്റെ കമാൻഡർ ആയിട്ടുള്ള പെഗ്ഗി വിൽസണുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്സിയം മിഷൻ നമുക്കറിയാം ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള മിഷൻ ആണ് അല്ലെ. അത് ഈ പറയുന്ന നമ്മുടെ ഇന്ത്യ, US-ഉം അതുപോലെ തന്നെ പോളണ്ടും ഹംഗറിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള മിഷൻ ആണ്. അപ്പൊ ഈ മിഷനിൽ അടങ്ങിയിട്ടുള്ള അംഗരാജ്യങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് അവിടുന്ന് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് എന്ത് ചെയ്യാം, റീസൺ
റീസെന്റ് നടന്നിട്ടുള്ള സ്പേസ് മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ പഠിച്ചു പോവുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നതാണ്, വാട്ട് ഈസ് നെയിം ഓഫ് ദ latest space mission launched by ISRO. ISROയുടെ റീസെന്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന മിഷൻ ഏതാണ്, 100ാമത് മിഷൻ ഏതാണ്, അതുപോലെ തന്നെ അങ്ങനെയൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. റീസെന്റ് ലോഞ്ച് ചെയ്ത മിഷൻ ഏതാണ്, എന്നാണ് ലോഞ്ച് ചെയ്തത്, ലോഞ്ച് വെഹിക്കിൾ ഏതാണ് വരുന്നത്, എന്നാണത് റിട്ടേൺ വന്നത്, അല്ലെങ്കിൽ റിട്ടേൺ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്നാണത് എത്തുന്നത്, അതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ, ആ ഒരു മിഷന്റെ ഡയറക്ടർ ആയിട്ടുള്ള വ്യക്തി ആരാണ്, അങ്ങനെയുള്ള ഓരോ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ അവിടെ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഭാഗത്തു നിന്ന്. അതുപോലെ തന്നെ ഇതിലെ ഹെൽത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് കാണാറുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ പുതിയ വൈറസോ എന്തെങ്കിലും പ്രത്യേക തരത്തിലുള്ള രോഗങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എവിടെയാണ്, റീസെന്റ് ന്യൂസിൽ കണ്ട ഇന്ന രോഗം ഏത് രാജ്യത്താണ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. സോ കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് റീസെന്റ് നടന്നിട്ടുള്ള എക്സാം പേപ്പറുകൾ നിങ്ങൾ അനലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അതുപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജി കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ഏരിയ ആണ്. ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി പോകേണ്ട ഒരു ഏരിയ ആണ് അപ്പോയിന്റ്മെന്റുകൾ എന്ന് പറയുന്നത്. ഇതിൽ നോക്കിയാൽ നിങ്ങൾ ഈ കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ് എന്നുള്ള ഒരു ചോദ്യം വന്നിട്ടുണ്ട്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ റീസെന്റ് നടന്ന എക്സാമിൽ വന്നിട്ടുണ്ട്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നത്. ഇത് കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം എടുത്തുകൊണ്ടാണ് നമുക്ക് ഇതിൽ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അപ്പോയിന്റ്മെന്റുകൾ മാത്രം റിലേറ്റ് ചെയ്തുകൊണ്ട് കാണാൻ പറ്റുന്നത്. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ എടുത്ത് അനലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഈ പറയുന്ന കേരള ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റുന്നുണ്ട്. ഓപ്ഷൻസ് നോക്കുക, ഉത്തരം കഴിച്ച് ബാക്കിയുള്ള 3 ഓപ്ഷൻസ് എന്താണ് പറയുന്നത്, അതിൽ ഓരോ വ്യക്തികളും ഏത് പൊസിഷനിൽ ഇരിക്കുന്നവരാണ് എന്നുള്ളത് ആ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കി പോവുക എന്നുള്ളതാണ്. അപ്പൊ അപ്പോയിന്റ്മെന്റുകൾ അത് നാഷണൽ ലെവലിലാണെങ്കിലും സ്റ്റേറ്റ് ലെവലുകളിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഗവർണർമാര്, ഓക്കെ, ഓരോ സ്റ്റേറ്റിലെ ഗവർണർമാർ എന്ന് പറയുന്നത് കൃത്യമായിട്ട് അവിടെ പഠിച്ചു പോവുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു ഏരിയ ആണ് ഏത്, അവാർഡുകൾ എന്ന് പറയുന്നത് അല്ലെ. എപ്പോഴും ക്വസ്റ്റ്യൻസ് ഏതെങ്കിലുമൊക്കെ ഒരു അവാർഡ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. റീസെന്റ് നടന്ന എക്സാമിൽ നമുക്ക് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പൊ ഇതുപോലെ വയലാർ, അതുപോലെ തന്നെ ഈ പറയുന്ന ഹരിവരാസൻ പുരസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഓസ്കാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാഷണൽ സ്റ്റേറ്റ് ഫിലിം അവാർഡുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവാർഡുകൾ എന്ന് പറയുന്നത് സെപ്പറേറ്റ് ഭാഗമായിട്ട് അതും വരാറുണ്ട് നമുക്ക്. അപ്പോൾ ഇതെല്ലാം നമുക്ക് എന്താണ് ഇപ്പോ അടുത്ത് നടന്ന എക്സാമുകളിൽ വന്നിട്ടുള്ള കറണ്ട് അഫെയറിന്റെ ഭാഗത്ത് നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കണ്ടത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ഉള്ള ദിവസങ്ങളിൽ അതല്ലെങ്കിൽ നിങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഹോട്ടായിട്ടുള്ള ഏരിയാസ്, കറണ്ട് അഫെയറിന്റെ ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം, ഒരു 9 ഏരിയ മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ഇവിടെ നിൽക്കുന്നതല്ല, നമുക്കറിയാം കറണ്ട് അഫെയർ എന്ന് പറയുന്നത് അത്യാവശ്യം വാസ്റ്റ് ആയി നിൽക്കുന്ന ഒരു ഏരിയ ആണ്. എങ്കിലും നിങ്ങൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ഏരിയാസ് ആണ് നമ്മൾ നോക്കുന്നത്. ഏതാണ്? ഇപ്പൊ നേരത്തെ നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ കണ്ട പോലെ തന്നെ കേരള ക്യാബിനറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന കാര്യങ്ങൾ, ഓരോ പൊസിഷനിൽ ഇരിക്കുന്നവർ ആരാണ്, ഇപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന ഗതാഗതം ആരാണ് കൈകാര്യം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ട് ദേവസ്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊക്കെ ആരാണ് വരുന്നത്, കൃത്യമായിട്ട് കേരള ക്യാബിനറ്റിന് അവിടെ പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹൈക്കോടതിയുടെ, സുപ്രീം കോടതിയുടെ ഒക്കെ പൊസിഷനിൽ ഇരിക്കുന്നവർ ആരാണ്, ചീഫ് ജസ്റ്റിസ് ആയിട്ട് വരുന്നത് ആരാണ് എന്നുള്ള രീതിയിൽ അവിടെ നോക്കി വെക്കുക. അപ്പൊ കേരള ക്യാബിനറ്റ് എന്ന് പറയുന്നത് നമുക്ക് ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക് ആണ്, എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ്, പിന്നെ അതുപോലെ തന്നെ അപ്പോയിന്റ്മെന്റുകളുടെ കാര്യം പറയുമ്പോൾ എന്ന് പറഞ്ഞാല് എപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എക്സാമിന് മുന്നോടിയായിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു ഏരിയ ആണ്. കാരണം ഇത് മാറാം, നമ്മൾ ചിലപ്പോൾ അറിയില്ല, പക്ഷെ മാറാം. അപ്പോൾ എക്സാമിനോട് മുന്നോടിയായിട്ട് ഒന്നുകൂടെ ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് വെക്കുക നമ്മുടെ അപ്പോയിന്റ്മെന്റുകളുടെ ഏരിയ. ഓക്കെ, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവാർഡുകൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓസ്കാറിന് ഇപ്പൊ നമ്മൾ വന്നിട്ടുള്ള സ്റ്റേറ്റ് ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, നാഷണൽ ഫിലിം അവാർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ദാദാ സാഹിബ് ഫാൽക്കെ പോലുള്ള കാര്യങ്ങൾ, സാഹിത്യ അക്കാദമിയുടെ അവാർഡുകൾ, കേന്ദ്ര ഗവൺമെന്റ് നൽകുന്ന അവാർഡുകൾ, കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യാം,
അവാർഡിന്റെ ഭാഗം അവിടെ എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോ കണ്ട സ്കീമുകൾ സെൻട്രൽ ഗവൺമെന്റിന്റെ ആവാം സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ആവാം അങ്ങനെയുള്ള സ്കീമുകൾ അതല്ലെങ്കിൽ എന്തെങ്കിലും സ്കീമുകൾക്ക് പ്രത്യേകമായിട്ട് എന്തെങ്കിലും അവാർഡുകൾ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സ്കീമുകളും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അത് പഴയതാവാം പുതിയതാവാം എന്തുമാവാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഈ പറയുന്ന സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ കൃത്യമായിട്ട് ന്യൂസ് പേപ്പേഴ്സ് പഠിക്കുക, ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക എന്നുള്ളതാണ് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ എല്ലാ ന്യൂസ് പേപ്പേഴ്സും വായിക്കണം എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ എങ്കിലും ഡെയിലി വായിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ പറയുമ്പോൾ എന്തായാലും ന്യൂസ് വാല്യൂ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഈ പറയുന്ന ആക്സിയം മിഷൻ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ സുനിത വില്യംസിന്റെ ക്രൂ 9 മിഷൻ ആയിക്കോട്ടെ, ISS ക്രൂ 9 മിഷൻ ആയിക്കോട്ടെ, അത്തരത്തില് അതുപോലെ തന്നെ ISROയുടെ ഒക്കെ റീസെന്റ് നടന്നിട്ടുള്ള പുതിയ എന്തെങ്കിലും ലോഞ്ചിങ് നടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ഏരിയ ആണ്. മറ്റൊന്നാണ് ഇമ്പോർട്ടന്റ് ഡേയ്സ് ആൻഡ് തീംസ് എന്ന് പറയുന്നത്. ഡേയ്സും അതുപോലെ തന്നെ അതിന്റെ തീമുകളും എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിൽ എല്ലാ മാസത്തെ എല്ലാ ദിവസവും നിങ്ങൾ പഠിച്ചു വെക്കേണ്ട, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട്. ജാനുവരി, ഫെബ്രുവരി, ഡിസംബർ വരെയുള്ള മാസങ്ങൾ എടുക്കുമ്പോൾ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. അത് എന്ത് ചെയ്യുക, അത് പഠിച്ചു പോവുക. അതിന്റെ തീമുകളും എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ. സ്പോർട്സ് നമ്മളിപ്പോ റീസെന്റ് 2024 നടന്നിട്ടുള്ള നമ്മുടെ പാരീസ് ഒളിമ്പിക്സ്, പാരാലിമ്പിക്സ്, മനു ഭാക്കറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോൾ ഉള്ള എക്സാമുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന വെന്യൂസ് നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ഇനി ഇപ്പൊ അടുത്ത ഫിഫ വേൾഡ് കപ്പ് 2026 എവിടെയാണ് നടക്കുന്നത്, അതുപോലെ തന്നെ 30 നടക്കാനായിട്ട് പോകുന്നത് എവിടെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന കോപ്പ അമേരിക്കയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന IPL ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം ഈ സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വെന്യൂസ്, അതിന്റെ അവാർഡുകൾ കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. വെന്യൂസ് നമ്മൾ സെപ്പറേറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ ഈ G20 അതുപോലെ തന്നെ ഈ ബ്രിക്സ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കട്ടെ, അതല്ലെങ്കിൽ നാഷണൽ സ്റ്റേറ്റ് ലെവലിൽ വരുന്ന പ്രധാനപ്പെട്ട വെന്യൂസ്, വേദികൾ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, അത് കഴിഞ്ഞ് അപ്പോയിന്റ്മെന്റുകൾ, നമ്മൾ കേരള ക്യാബിനറ്റ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അപ്പോയിന്റ്മെന്റുകൾ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. സ്റ്റേറ്റ് ലെവലിലും നാഷണൽ ലെവലിലും ഉള്ള പ്രധാനപ്പെട്ട കമ്മീഷനുകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ എന്തായാലും പഠിച്ചു വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചീഫ് ജസ്റ്റിസ് ആരാണ്, അത് മാറിയിട്ടുള്ള ആൾ ആരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അവിടെ അപ്ഡേറ്റ് ചെയ്ത്, എപ്പോഴും പറയാണ് അപ്പോയിന്റ്മെന്റുകൾ എന്ന് പറയുന്ന എക്സാമിന് മുന്നോടിയായിട്ട് എപ്പോഴും അപ്ഡേറ്റ് ചെയ്ത് വെക്കേണ്ട ഒരു ഏരിയ ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, അത് തന്നെ ഈ പറയുന്ന സ്റ്റേറ്റ് ലെവലിലൊക്കെ നടന്നിട്ടുള്ള ഓപ്പറേഷൻസ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതല്ലാതെ നാഷണൽ ലെവലിൽ നടക്കുന്നു. അപ്പൊ നമുക്കറിയാം റീസെന്റ് ഈ പറയുന്ന പഹൽഗാം അറ്റാക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള നമ്മുടെ ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത്തരത്തിലുള്ള സിന്ദൂറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഓപ്പറേഷൻ അജയ് വിജയ് പോലുള്ള ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, അത്തരത്തിൽ ന്യൂസ് വാല്യൂ കിട്ടുന്ന, അതല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ന്യൂസ് പേപ്പേഴ്സ് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാറുണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം, അതെല്ലാം അവിടെ അപ്ഡേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഏരിയാസ് ആണ്. ഇതിൽ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുക, അതിന്റെ ഓപ്ഷൻസ് നോക്കുക, ഓപ്ഷൻസിലൂടെ പഠിച്ചു പോവുക എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇത്തരത്തിൽ നമുക്കറിയാം പലവരും പറയുന്നതാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള ഏരിയ ആണ് എന്നുള്ളത്. ഡെയിലി ന്യൂസ് പേപ്പർ വായിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അതൊരു ശീലമാക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു ന്യൂസ് പേപ്പർ എങ്കിലും നിങ്ങൾ നോക്കുക. നമുക്ക് ആവശ്യമുള്ള ന്യൂസുകൾ മാത്രം വായിച്ചു. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് എന്താണോ ആവശ്യമായിട്ടുള്ളത് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് നോക്കുക. അതുപോലെ തന്നെ നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ ആണെങ്കിലും ഫ്രീ ടെലഗ്രാം ചാനൽ നമുക്കുണ്ട്. അതിൽ കൃത്യമായിട്ട് പോളുകളാണെങ്കിലും ഓരോ ദിവസത്തെയും പോളുകള്, അതുപോലെ തന്നെ ന്യൂസ് പേപ്പർ കട്ടിങ്സ് കാര്യങ്ങൾ, മന്ത്ലി കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ, ഡെയിലി കറണ്ട് അഫയേഴ്സിന്റെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്, ആ ചാനലിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ അതിന്റെ ലിങ്കും കാര്യങ്ങളും എന്തായാലും നമ്മൾ താഴെ പ്രൊവൈഡ് ചെയ്യുക. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. കൃത്യമായി ഓരോ ദിവസം എന്താണോ പഠിക്കേണ്ടത് എന്നുള്ളത്
ഉള്ളത്. നിങ്ങൾ അവിടെ പഠിച്ചു. ഇനി നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കാനായിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്താൽ മതി. അതിൽ കൃത്യമായിട്ട് ഓരോ ദിവസത്തെയും ന്യൂസ് പേപ്പർ കട്ടിങ്സ് കാര്യങ്ങൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു ലെവലിൽ കൃത്യമായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റീസെന്റ് നടന്നിട്ടുള്ള എക്സാമുകൾക്ക് എന്താണോ കറണ്ട് അഫെയറിന്റെ ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ളത്, ഏത് ഏരിയ ആണോ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ആ ഏരിയ നോക്കിക്കൊണ്ട് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വീഡിയോസ് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കാര്യങ്ങളിലൊക്കെ എത്തിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ എന്തായാലും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു പുതിയ ഏരിയയുമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.